കേട്ടാ ഞാൻ ഒരു ഇടം വരെ പോവാ. ഞാനും വരാം. എവിടേക്കാ? നീ ശ്രീധരന്റെ വീട്ടിലേക്ക് വരുന്നോ? അതിനെന്താ, ഞാനും വരാം. അയ്യോ, ശ്രീധരന്റെ വീട്ടിലേക്കോ? നിന്റെ കൂടെയോ? എന്റെ പൊന്നെ, ഞാനില്ല. പോ. ഞാൻ പോവാ. നീ പോ. ഞാൻ ഇവിടെ കടക്കെ ഒഴിക്കുകയൊന്നും ചെയ്തോളാം കേട്ടോ. എടാ, ഞാനേ ഒരു കാര്യം പറഞ്ഞാലേ ആ കാര്യം നീ കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് പറയാം. പോയോ? എടാ കിട്ടാ, ആ ഉണ്ണി എവിടാടാ? ഇന്ന് അവനെ കണ്ടില്ലല്ലോ. എനിക്കറിയില്ല. അത്യാവശ്യമാണെങ്കിലേ എന്ന് അന്വേഷിക്കേ. ഇന്നലെ വൈകുന്നേരം അരമണിക്കൂറോളം ആ ശ്രീധരനോട് ഉണ്ടായിരുന്നു. അപ്പോഴെങ്ങും ആ ഉണ്ണിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. അപ്പോഴെങ്ങാനും ആ ഉണ്ണി ഇങ്ങോട്ടൊന്നും വന്നിരുന്നെങ്കിൽ എന്തുണ്ടായേനി? അയ്യടാ കിട്ടാ. ശ്രീധരനാന്നോ വരുന്നേ? ദൈവമേ, ശ്രീധരനായിരിക്കണേ. അവൻ എവിടെ പോയി കിടക്കുക ഈ നേരത്ത്? ആൾ വരാൻ. എടാ കിട്ടാ, നീ കണ്ടോടാ ശ്രീധരനെ? നായരോട് ഇന്ന് ചോദിക്കേ. എന്തിനാ അല്ലമ്മേ ശ്രീധരൻ അന്വേഷിക്കുന്നത്? ഓ, ഒന്നുമില്ല. ഇന്നലത്തെ പറ്റു തരാനുണ്ടായിരുന്നു. ഈ ആൾക്കാരുടെ മുമ്പ് വെച്ചാണ് ഇടിച്ചെങ്കിലും അളിയന്റെ കൈ കൊണ്ടുള്ള ഇടിക്ക് ഒരു സ്നേഹത്തിന്റെ സ്വാദുണ്ട്. എന്നാലും നന്നായി വേദനിച്ചു കേട്ടോ. ആരാടാ നിന്റെ അളിയൻ? തെണ്ടി.
വാമനെ കുസ്തിയൊട്ട് കാണാനും ഒത്തില്ല. എന്റെ കടയും പോയി, നാശങ്ങള്. എനിക്കെന്നും കണ്ണീര് കുടിക്കാനേ ദൈവം വിധിച്ചിട്ടുള്ളൂ. പ്രതികാരം, നിന്റെ ഒരു പ്രതികാരം. സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് പ്രതികാരം ചെയ്യാൻ? അമ്മേ, നീ ഒരു കാര്യം ചെയ്യ്, കുഞ്ഞുണ്ണിയം വരുത്ത്. എന്നിട്ട് കുറച്ച് വിഷം വാങ്ങിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്യ. ഇങ്ങനെയുണ്ട് ഓരോ മക്കള്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ആരുണ്ടടാ മോനെ? ശ്രീരേട്ടാ, പ്രായത്തിൽ കവിഞ്ഞ പക്വത ശ്രീധരേട്ടനുണ്ടെന്ന് ഞാൻ കരുതി. ഉണ്ണിയോടുള്ള പ്രതികാരം തീർത്താൽ ശ്രീധരേട്ടന് മനസ്സമാധാനം ലഭിക്കുമായിരിക്കും. ശ്രീധരേട്ടനെ തടയാനോ നിയന്ത്രിക്കാനോ ഉള്ള ശക്തി എനിക്കില്ല. പക്ഷേ ശ്രീധരേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പുന്നാര അളിയൻ അവിടെ ഇല്ലേ? വീട്ടിലാളിയല്ലേ? എല്ലാവരും ഉണ്ടാവും. അളിയനെ കാണണം. നിന്റെ അളിയനെ പിന്നെ കാണാം. ഞാനാ വിളിക്കുന്നത്. ചില പ്രശ്നങ്ങൾ സംസാരിക്കാം. ഞാൻ വിടില്ല. കള്ളു കുടിച്ചിട്ട് വയറ്റി കിടക്കട്ടെ. സംസാരിക്കണം. കിട്ടണ വിളിക്കുന്നതാണ്. എന്റെ ഭാര്യ, എന്റെ പെണ്ണ്, അവളുടെ അമ്മയും എന്റെ അളിയൻ ശ്രീധരനും കേൾക്കാൻ പറയാ. അടുത്ത ബുധനാഴ്ച ഇന്ന് 7-ാം ദിവസം ഞാൻ എന്റെ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ വിളിച്ചോണ്ടു പോകും. മനസ്സിലായോ? ഞാൻ കുടിച്ചോണ്ട് പറയല്ല. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു. ജയിലിൽ കിടന്ന് എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടിയാ എല്ലാം സഹിച്ചത്. ഇനി പറ്റില്ല. ആരായാലും ശരി, തടുക്കണമെങ്കിൽ തടുക്കട്ടെ. ഞാൻ എന്റെ പെണ്ണിനെ അവിടെ കൊണ്ടുപോകും. എന്നെ വെച്ചോ? അടുത്ത ബുധനാഴ്ച പട്ടിയോടെ ഞാനിവിടെ ജീവിച്ചിരിക്കോ. ഇറങ്ങി വേണം ധൈര്യം. വിടാൻ പറഞ്ഞാൽ നീ മിണ്ടരുത്. നീ ഊണഴിക്കരുത്. ഞാൻ പറഞ്ഞാൽ നീ ഊണഴിക്കരുത്. നിന്നെ കൊല്ലിഞ്ഞേ, നിന്നെ കൊല്ലിഞ്ഞേ. കള്ളുകൂടിയൻ അയാൾ എന്തിനമ്മ ഇവിടെ വന്ന് ഒച്ചയെടുക്കുന്നത്? അരുത് മോനെ, അങ്ങനെ പറയരുത്. മോളെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതിങ്ങനെ പോയാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ശീതളം വരുമ്പോ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാണ്. വേണ്ടമ്മേ, അതൊരിക്കലും പറയരുത്. ചേട്ടനിതറിഞ്ഞാൽ അന്ന് സംഭവിച്ചതുപോലെ വീണ്ടും സംഭവിക്കും. വീണ്ടും ആരെങ്കിലും ജയിലിൽ പോയേണ്ടി വരും. ഒരിക്കലും പറയരുത്. എന്നെ ഓർക്കുമ്പോൾ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടി വരും. അത് ഓർക്കുമ്പോഴാണ്. സാരമില്ല, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചതിനും കൂടുതൽ ഇനി ഒന്നും അനുഭവിക്കാനില്ല. എന്നെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ദേ, ചേട്ടൻ വരുന്നെന്ന് തോന്നുന്നു. എന്ത് വന്നാലും ചേട്ടൻ ഇത് അറിയരുത്. അമ്മ പറയരുത്. പ്രിയമുള്ളവളെ, നീ മുഴുവനും സൗന്ദര്യമാകുന്നു. നിന്റെ മൊഴികളിലെ സാഗര സംഗീതത്തിൽ ഞാൻ ലയിക്കും. നിന്റെ മിഴികളുടെ താഴ്വരകളിൽ വിടരുന്ന കിനാവുകളിൽ ഞാൻ മയങ്ങും.
ഹൃദയങ്ങളും ശരീരങ്ങളും ഒന്നായി തീരുന്ന നിമിഷങ്ങൾ ഇനി എത്ര കാലം അകലെയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ, കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അവള് വരുളിയാ, ചുമ്മാ ഇരുന്നു. ഇപ്പൊ വരുമെന്ന് ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ തന്റെ കാര്യമല്ല പറഞ്ഞ, ബോർഡിലെ കാർട്ടൂണിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലേ അടുത്ത് ഒന്ന് നോക്ക്. പരിപാടിയാണ്. How's it? ഓടിക്കും